ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പ്രവർത്തന പുസ്തകമാണ്. കുഞ്ഞെഴുത്ത് എന്നുള്ള പ്രവർത്തന പുസ്തകമാണ്. ഭാഗം 2 നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ 1-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ മാറിയ പുതിയ പാഠപുസ്തകം, അതായത് 2024 പുതിയതായിട്ട് നിങ്ങൾക്ക് പുസ്തകം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുമായി ആ ചേഞ്ചായ പുസ്തകമാണ് കേട്ടോ ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായി കാണുക. എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ പാഠമാണ് പാഠം 13 തുമ്പി വിമാനങ്ങൾ. എന്താണ് പാഠം 13? തുമ്പി വിമാനങ്ങൾ. തുമ്പി വിമാനങ്ങൾ നോക്കൂ. തുമ്പി വിമാനങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം എന്താണ്? തുമ്പിയുണ്ട്, പൂവുണ്ട് അല്ലേ? നമുക്ക് നോക്കാം ഇത് തുമ്പിയാണോ എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദ്യ കുട്ടികൾ. അപ്പോൾ ആദ്യം നമുക്കിത് നോക്കാം. തേൻ കുടിക്കാനല്ലേ തുമ്പികൾ പൂക്കളിൽ വരുന്നത്? അപ്പോൾ നമ്മുടെ സംശയമല്ല, ഇവിടെ സംശയം എന്താ ചോദിച്ചിരിക്കുന്നത്? തേൻ കുടിക്കാനാണല്ലോ തുമ്പികൾ പൂക്കളിൽ വരുന്നത്. അപ്പോൾ ഈ പൂ എന്തായിരിക്കും മറുപടി പറയുക? അല്ല, കൊതുകുകളെയും ചെറിയ പ്രാണികളെയും പിടിക്കാനാണ്. അപ്പോൾ തേന് കുടിക്കാനല്ല തുമ്പികൾ പൂക്കളിൽ വന്നിരിക്കുക. നമ്മൾ വിചാരിക്കുമല്ലേ തുമ്പി പോയിട്ട് ചെടിയിലിരിക്കുന്നത് എന്തിനാ, പൂവിലിരിക്കുന്നത് എന്തിനാണ്? തേൻ കുടിക്കാനാണോ? അല്ല, കൊതുകുകളെയും ചെറിയ പ്രാണികളെയും പിടിക്കാനാണ്. അടുത്ത സംശയം എന്താണ്? കൊതുക് പെരുകാതിരിക്കാൻ സൂചിത്തുമ്പികളെ വളർത്തിയാൽ പോരായോ? അപ്പോൾ കൊതുക് കൂടാതിരിക്കാൻ സൂചിത്തുമ്പികളെ വളർത്തിയാൽ പോരേന്ന് ചോദിക്കണം. അതെന്താന്ന് ചോദിക്കുമ്പോൾ എന്താ ഉത്തരം പറയുന്നേ? പറ്റിയ മാർഗം വേറെയുമുണ്ട്. അപ്പം ഇനി എന്താ മാർഗം? നമ്മളുടെ എല്ലാ വീടുകളിൽ കൊതുക് ഒരു ശല്യമാണല്ലേ. അപ്പോൾ കൊതുക് വളരാതിരിക്കാൻ തുമ്പികളെ വളർത്തിയാൽ മതിയോ? അല്ല, വേറെന്തൊക്കെയാ മാർഗങ്ങൾ? നോക്കൂ, വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അപ്പോൾ കൊതുക് പെരുകാതിരിക്കണമെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. പരിസരം വൃത്തിയാക്കണം. പരിസരം നമ്മളുടെ വീടും ചുറ്റുപാടും വീടിനകവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. അടുത്തത് നോക്കൂ, ചെറുജീവിപത്രം തയ്യാറാക്കാം. ചെറുജീവിപത്രത്തിൽ എന്തൊക്കെ തയ്യാറാക്കണം നോക്കൂ. കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു. ഇപ്പം നമ്മൾ സൂചിത്തുമ്പിയുടെ കാര്യം പറഞ്ഞല്ലേ. എന്താ കടുവത്തുമ്പി? നമുക്ക് നോക്കാം. കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു. ഇതാണ് നമ്മുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, കടുവത്തുമ്പിയുടെയും കല്ലൻ തുമ്പിയുടെയും അടിപിടിയിൽ കടുവത്തുമ്പിയുടെ വാൽ ഒടിഞ്ഞു. സൂചിത്തുമ്പിയെ സഹായിക്കാൻ എത്തിയതാണ് കടുവത്തുമ്പി. സൂചിത്തുമ്പി തിന്നാനായി കൊണ്ടുവന്ന കൊതുക് കല്ലൻ തുമ്പിയുടെ ചിറക് തട്ടി താഴെ പോയതിൽ നിന്നാണ് വഴക്കിൻ്റെ തുടക്കം. ഇത് നമ്മൾ പത്രത്തിൽ വരുന്ന വാർത്തയൊക്കെ ഇല്ലേ, അതുപോലെ പത്രവാർത്ത പോലെ എഴുതുന്നതാണ് കേട്ടോ. ദേഷ്യം വന്ന സൂചിത്തുമ്പി കടുവത്തുമ്പിയെ വിളിച്ചു വരുത്തി. പറന്നു ചെന്ന് കടുവത്തുമ്പി വടിവാലുകൊണ്ട് കല്ലൻ തുമ്പിയെ ഒറ്റയടി. കല്ലൻ തുമ്പി ഒഴിഞ്ഞു മാറി. ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി വടിവാൽ ഒടിഞ്ഞു തൂങ്ങി. കടുവത്തുമ്പി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി വാലിന് പ്ലാസ്റ്റർ ഇട്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പത്രം തയ്യാറാക്കുക. അടുത്തത് പത്രത്തിൻ്റെ ഒരു ഹെഡിങ്ങും അതിൻ്റെ വാർത്തയും കഴിഞ്ഞു. അടുത്തത് നോക്കൂ, പല്ലി വാൽ മുറിച്ചു. സൂചിത്തുമ്പിയെ കാണാതായി. ഇപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്.
ഇനി അടുത്ത വാർത്തയാണ് പല്ലി വാൽ മുറിച്ചു. എന്താ വാർത്ത നോക്കിയാലോ. ജീവൻ രക്ഷിക്കാനായി മിന്നുപ്പല്ലി തൻ്റെ വാൽ മുറിച്ചു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? വീടുകളിലെല്ലാം പല്ലികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല്ലി സ്വയം വാല് മുറിച്ചു പോകുന്ന ജീവിയാണ് കേട്ടോ. അത് വാല് മുറിക്കും. അപ്പോൾ അതുപോലെ ഇവിടെയും ജീവൻ രക്ഷിക്കാനായി മിന്നുപ്പല്ലി തൻ്റെ വാൽ മുറിച്ചു. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. പുളിമരത്തിൽ ഉച്ചമയക്കത്തിലായിരുന്നു മിന്നുപ്പല്ലി. പെട്ടെന്നാണ് ഒരു പൂച്ച മിന്നുവിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി മിന്നുപ്പല്ലി തൻ്റെ വാൽ മുറിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അടുത്തത് നോക്കൂ. അടുത്തത് നമുക്ക് വാർത്ത തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ തലക്കെട്ട് ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇവിടെ വാർത്ത എന്താ? എട്ടുകാലി വിരിച്ച വലയിൽ കുടുങ്ങിയ ഉറുമ്പുകൾ വല മുറിച്ച് രക്ഷപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാലേ, എല്ലാവരുടെയും ഈ എട്ടുകാലി ചിലന്തി അല്ലേ, എട്ടുകാലിയെ തന്നെയാണ് ചിലന്തി എന്ന് പറയുക. എല്ലാവരുടെയും അവർ എന്ത് കെട്ടും? അവരുടെ വല കെട്ടും അല്ലേ. ആ വലയിൽ ഉറുമ്പുകളും അവർക്ക് തിന്നാൻ ആവശ്യമുള്ളതൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർ തിന്നും പോയിട്ട്. തുമ്പികളാണ് വല കടിച്ചു മുറിക്കാൻ സഹായിച്ചത്. അപ്പൊ ഇവിടെയും ഈ എട്ടുകാലി ഉണ്ടാക്കിയ വലയിൽ ഉറുമ്പുകൾ കുടുങ്ങി. പക്ഷെ ഉറുമ്പുകളെ ആര് പോയി രക്ഷിച്ചു? തുമ്പികൾ പോയി വല കടിച്ചു മുറിച്ച് രക്ഷിച്ചു. അപ്പൊ നമ്മൾ അതിന് കൊടുത്ത തലക്കെട്ടാണ് എട്ടുകാലിയുടെ വല മുറിച്ചു എന്ന തലക്കെട്ട്. അപ്പൊ ഇതൊരു പത്രമാണ് കേട്ടോ. പത്രത്തിലെ തലക്കെട്ടുകളും വാർത്തകളുമാണ് നമ്മൾ ഈ എഴുതുന്നത്. അടുത്തത് നോക്കൂ. സൂചിത്തുമ്പിയെ കാണാതായി. നമുക്കതിലെ വാർത്ത വായിക്കാം. കുളക്കരയിൽ കളിച്ചുകൊണ്ടിരുന്ന സൂചിത്തുമ്പിയെ കാണാതായി. ചുവപ്പു നിറം, വെള്ള ചിറകുകളിൽ നീല കുത്തുകളുണ്ട്. അപ്പോൾ സൂചിത്തുമ്പിയെ കാണാതായില്ലേ. സൂചിത്തുമ്പിയെ കാണാൻ എങ്ങനെയാ? ചുവപ്പ് കളറാണ്. ആ ചിറകിലൊക്കെ വെള്ള ചിറകുകളാണ്. അതിൽ നീല നീല കുത്തുകളുണ്ട് അല്ലേ. സൂചിത്തുമ്പിയെ കണ്ടെത്തിയാൽ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക. അപ്പോൾ കണ്ടെത്തുന്നവരെന്ത് ചെയ്യണം? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഇതാണ് നമ്മൾ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ള കൂട്ടുകാർ ഇതെല്ലാം നോട്ട് ചെയ്തെടുക്കുക. അടുത്തത് നോക്കൂ. പാട്ടരങ്ങ്. ഉറുമ്പ് പാട്ടുകളാണ്. പാട്ടരങ്ങിലെ ഉറുമ്പ് പാട്ടുകളാണ്. എന്താണ്? ലാ ലാലേ, ലാ ലലേ, ലേ ലേ ലേ, ലേ ലലേ. അടുത്ത് നോക്കൂ. ലാ ലാലേ. അപ്പം ഇത് ലാ ലാലേ, ഓല ലേ, ഓല ലേ ലേ ലേ. ഓക്കെ, ലേ ലേ ലേ. നെയ്യുറുമ്പിന് കല്യാണം. നെയ്യലുവ പന്തല്. നീ അറിഞ്ഞോ തേനുറുമ്പേ, കല്യാണത്തിന് പോകണ്ടേ. വീണ്ടും പാടാണ്. ലാലാലേ, കണ്ടോ? ലാലലേ, ലേ ലേ ലേ, ലേ ലലേ. വീണ്ടും അതേപോലെ ലാ ലലേ, ഓ ലലേ, ലേ ലലേ. ഓക്കെ. നെയ്യുറുമ്പിന് കല്യാണം, നെയ്യലുവ പന്തല്. കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം. വീണ്ടും പാടുന്നത് ഇതേ വരികളാണ് കേട്ടോ. അപ്പം നമ്മളിവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ലാ ലാ ലേ, വീണ്ടും അതേപോലെ ലാ ലലേ, ലേ ലേ ലേ, ലേ ലലേ. വീണ്ടും ലാ ലാ ലേ, ഓല ലേ ലേ ലേ, ലേ ലേ ലേ. വീണ്ടും നെയ്യുറുമ്പിന് കല്യാണം, നെയ്യലുവ പന്തല്. കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പിവള. അടുത്ത് വീണ്ടും ലാ ലാലേ, ലാ ലലേ, ലേ ലേ ലേ, ലേ ലലേ. വീണ്ടും ലാ ലലേ, ഓല ലേ ലേ ലേ, ലേ ലലേ. അപ്പം ഇതിലൊക്കെ ഈ ലേ 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 എന്ന് വരുന്നതെല്ലാം റിപ്പീറ്റേഷൻ ആണ്. വരും. ബാക്കിയുള്ളത് മാത്രം നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ. അടുത്തത് സാങ്കല്പിക ഡയറി എഴുതാമാണ്. കടുവത്തുമ്പി, സൂചിത്തുമ്പി. ഡയറി നോക്കാം. ആരുടെയും ഒരാളുടെ എഴുതിയാൽ മതി.
ഇന്ന് വളരെയേറെ സങ്കടകരമായ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഡയറി എഴുതുമ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതാണെന്ന് എഴുതി വേണം തുടങ്ങാൻ. എന്നെ സഹായിക്കാനായി വന്ന എൻ്റെ കൂട്ടുകാരൻ കടുവത്തുമ്പി വലിയൊരു അപകടത്തിൽ പെട്ടു. ഇതിൻ്റെയെല്ലാം കാരണക്കാരൻ കല്ലൻ തുമ്പിയാണ്. ഇന്ന് രാവിലെ പതിവ് പോലെ ഞാൻ ആഹാരം തേടി ഇറങ്ങി. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞാണ് ഒരു കൊതുകിനെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്താണ്, കടുവത്തുമ്പിക്ക് ഒരു ആപത്ത് പറ്റിയല്ലേ? കാരണം ആരാതിന്? കല്ലൻ തുമ്പി. രാവിലെ ആഹാരം തേടി ഇറങ്ങിയതാണ് നമ്മുടെ സൂചിത്തുമ്പി അല്ലേ. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞപ്പോൾ ഒരു കൊതുകിനെ കിട്ടി. അത് കഴിക്കാനായി ഒരു ഇലയിൽ പോയി ഇരുന്നു. അപ്പോഴാണ് അതിവേഗം കല്ലൻ തുമ്പി പറന്നു വന്നത്. അപ്പോൾ പതുക്കെ ഭക്ഷണം കഴിക്കാൻ പോയി ഇരുന്നപ്പോൾ ആര് വരികയാണ്? കല്ലൻ തുമ്പി പറന്നു വന്നു. അവൻ്റെ ചിറകു തട്ടി എൻ്റെ കൊതുക് താഴെ എവിടെയോ പോയി. കല്ലൻ തുമ്പിയുടെ ചിറക് തട്ടി കൊതുക് താഴെ പോയി. ആഹാരം തട്ടിത്തെറിപ്പിച്ചത് കൂടാതെ അവൻ നിന്ന് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആഹാരമോ തട്ടിവിട്ടു. മിണ്ടാതെ പോവല്ലേ വേണ്ടൂ. ഈ കല്ലൻ തുമ്പി ചിരിക്കാൻ തുടങ്ങി. എനിക്ക് ദേഷ്യം വന്നു. ആഹാരം കഴിക്കാതെ ഞാൻ തളർന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കടുവത്തുമ്പിയെ ഫോൺ വിളിച്ചു. ദേഷ്യം വന്ന സൂചിത്തുമ്പി ഉടനെ കടുവത്തുമ്പിയെ ഫോൺ വിളിച്ചു. അവൻ വേഗം തന്നെ പറന്നു വന്നു. അവൻ്റെ വടിവാലുകൊണ്ട് കല്ലൻ തുമ്പിക്ക് ഒറ്റയടി. പക്ഷെ കല്ലൻ മാറിക്കളഞ്ഞു. അപ്പോൾ കടുവത്തുമ്പി വന്ന് കല്ലൻ തുമ്പി അടിച്ചു. പക്ഷെ കല്ലൻ തുമ്പി നൈസായിട്ട് മാറിയല്ലേ. കടുവത്തുമ്പിയുടെ വാൽ ഒരു ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി ഒടിഞ്ഞു തൂങ്ങി. പക്ഷെ കടുവത്തുമ്പിയുടെ വാൽ എന്ത് ചെയ്തു? ഒരു ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി ഒടിഞ്ഞു. അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ കടുവത്തുമ്പി എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി ഒടിഞ്ഞത് പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കി. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. വൈകുന്നേരം അവനെ ഞാൻ വീണ്ടും നേരിൽ കണ്ടു സോറി പറഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും കടുവത്തുമ്പിയെ നേരിൽ കണ്ട് സോറി പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഈ ഡയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നോക്കൂ. ചെറുജീവികളെ കുറിച്ചുള്ള പാട്ടുകൾ ശേഖരിച്ചെഴുതൂ. അപ്പോൾ നോക്കൂ, തുമ്പീവാ തുമ്പക്കുടത്തിൽ, തുഞ്ചത്തായി ഊഞ്ഞാലാടാം, മിന്നാമിന്നി ഇത്തിരി പൊന്നേ, മിന്നി മിന്നി എങ്ങോട്ടു പോണേ, പല പല നാളുകൾ കുഴിയതു തോണ്ടി കുഴിയാനയുണ്ടായി. അടുത്തത് 6 കാലികളുടെ ആൽബം തയ്യാറാക്കണം. 6 കാലുള്ള ജീവികളുടെ ചിത്രങ്ങൾ ഒട്ടിക്കാം, വരയ്ക്കാം. അറിയാവുന്ന 2 കാര്യങ്ങൾ നമ്മൾ എഴുതുകയും വേണം. ഇഷ്ടമുള്ള 6 കാലുള്ള ജീവികളുടെ നിങ്ങൾക്ക് ചെയ്യാം. ചിത്രശലഭം എഴുതണം. ചിത്രശലഭത്തിൻ്റെ ഒട്ടിക്കാം അല്ലെങ്കിൽ വരയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് എഴുതുക. വളരെ ഭംഗിയുള്ള ചിറകുകളുണ്ട്, പൂന്തേൻ കുടിക്കുന്നു. അടുത്തതാരാ? ഉറുമ്പ് അല്ലേ. ഉറുമ്പിൻ്റെ ചിത്രം വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യുക. കൂട്ടമായി ജീവിക്കുന്നു, 6 കാലുകളുണ്ട്. അടുത്തതാരാ? വണ്ട്. കട്ടിയുള്ള പുറന്തോടുണ്ട്, പല വലുപ്പത്തിലും രൂപത്തിലുമുണ്ട്. അടുത്തതാരാ? ഈച്ച. കാലുകൾ ഉപയോഗിച്ച് രുചി അറിയുന്നു, അസുഖങ്ങൾ പരത്തുന്നു. കാലുകൾ ഉപയോഗിച്ച് രുചി അറിയും, അസുഖങ്ങൾ പരത്തുകയും ചെയ്യും. ഇതുപോലെ ഒരു ആൽബം നിങ്ങൾ തയ്യാറാക്കുക. കൊതുക്. കൊതുകിൻ്റെ ചിത്രം വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യുക. വെള്ളത്തിൽ മുട്ടയിടുന്നു, രക്തം കുടിക്കുന്നു. പുൽച്ചാടി. അടുത്തത് പുൽച്ചാടിയുടെ ചിത്രമാണ്. പച്ച നിറമാണ്, സസ്യം മാത്രമാണ് കഴിക്കുക. ഇത്രയുമാണ് നമ്മുടെ ആൽബത്തിൽ വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. തുടർന്നും വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.